Almighty say, let's spread the word of love. Let's soothe those in pain. Go therefore and make disciples of all the nations, as did the Almighty say. Let's spread the word of love. Let's soothe those in pain. Go therefore and make disciples of all the nations. The disciples ministry. The disciples ministry. Praise the Lord. ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം. ഈ ഇടുക്കത്തിലും ഞെരുക്കത്തിൽ കൂടിയും കടന്നു പോകുവാൻ ഒരുങ്ങുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വിടുതലുകൾ അവർ പോലും അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് മോശ വഴി എന്ന് പാട്ടുകാരൻ പറയുന്നു. ഇതാണ് രക്ഷയുടെ വഴിയെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. ഇതല്ലാതെ വേറൊരു രക്ഷയുടെ വഴിയില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. ഈ രക്ഷയുടെ വഴിയിലേക്ക് കടന്നു വന്ന ദൈവജനത്തെ വീണ്ടും വരുന്നവരായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവചനം അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയവനായ ദൈവം ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് കൊടുക്കുവാനുള്ള മഹത്വം അവർ കൊടുത്താട്ടെ. യേശുവിൽ എന്നെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാ ജീവനും ഭക്തിക്കും വേണ്ടുന്നത് കർത്താവ് തന്നെ മരുഭൂമിയിൽ പരിപാലിക്കുന്നു. മേരി തമിഴ്നാട്ടിലായിരിക്കുന്നു. ദൈവജനം പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവിനെ അപേക്ഷിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന ഒരു വചനം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ഇന്ന് രാത്രികാലം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് തന്ന ഒരു വചനത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 8:36. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നമ്മുടെ വേദപുസ്തകം കൈകളിൽ എടുക്കാം, ഉയർത്തിപ്പിടിക്കാം. ഇങ്ങനെ പറയാം, തിരുവചനങ്ങൾക്കായി സ്തോത്രം, വചനത്തിന്റെ സത്യങ്ങൾക്കായി സ്തോത്രം, ഇതിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം, അങ്ങനെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം, അടിയങ്ങളെ പൂർണ്ണമായി സ്വതന്ത്രരാക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ബൈബിൾ താഴെ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. വിശ്വാസത്തോടെ ദൈവജനം പറയുമ്പോൾ ആമേൻ, നിങ്ങളുടെ അകത്തും പുറത്തുമുള്ള മനുഷ്യൻ ഒരുപോലെ ബലപ്പെടാൻ പോവുകയാണ്. അകത്തുള്ള ആത്മാവിന്റെ ശക്തി പുതുക്കുകയാണ്. മാഞ്ഞിരിക്കുന്ന ചില ബന്ധനങ്ങൾ അല്ലെങ്കിൽ കെട്ടുകൾ പൊട്ടിപ്പോകുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരംഭത്തിൽ തന്നെ കാണിക്കുകയാണ്. അവൻ ഈ വചനം എടുത്തിവിടെ നിന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് കാണിച്ചതാ, ഒരു വ്യക്തി ബലൂൺ ഊരി വീർപ്പിക്കുമ്പോൾ അതിൽ ഓവറായിട്ട് കാറ്റ് കയറുമ്പോൾ അത് പൊട്ടിച്ചതറി പോകുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ അകത്ത്, നമ്മുടെ അകത്ത്, നമ്മുടെ കുടുംബങ്ങളുടെ അകത്ത്, നമ്മുടെ സഭയ്ക്കകത്ത് കടന്നു വരുമ്പോൾ അങ്ങനെ ചില കെട്ടുകൾ പൊട്ടിച്ചതറുന്നതായി ദൈവത്തിന്റെ ആത്മാവ് ആരംഭത്തിൽ കാണിക്കുകയാണ്. എന്റെ ജീവിതത്തില് അന്ന് ഞാൻ പോലും അറിയാതിരിക്കുന്ന കെട്ടുകൾ എന്ന രാത്രികാലം പൊട്ടണമെന്ന്
ചില വിഷയങ്ങൾ അല്പസമയത്തിൽ ദൈവജനത്തെ ബോധ്യപ്പെടുത്തി തെളിയിച്ചിട്ട് പ്രാപിക്കേണ്ടവർക്ക് ഇന്ന് രാത്രികാലം പ്രാപിക്കുവാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് തന്നിരിക്കുക. ഒരിക്കൽ കൂടി പറയാം, പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പ്രാപിക്കുവാനുള്ള സ്വാതന്ത്ര്യം ക്രിസ്തേശുവിൽ നമുക്ക് തന്നിരിക്കുക. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞാൽ ക്രിസ്തേശുവിൽ നിന്ന് ചിലത് പ്രാപിക്കാനാണ് വന്നിരിക്കുന്നത്. ക്രിസ്തേശുവിൽ ഇന്ന് ചിലത് പ്രാപിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ജീവനുള്ളവരായിരിക്കുക, സ്വാതന്ത്ര്യം തന്നിരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുക. അന്തരങ്ങൾ ഉള്ളവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ, അവൻ നമ്മൾ പോലും അറിയാത്ത ചില ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൊട്ടിപ്പോകുന്നത് അവൻ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. അവൻ നിരാശയിലിരിക്കുന്നവരെ, ദുഃഖിച്ചിരിക്കുന്നവരെ, വേദനയിലിരിക്കുന്നവരെ, നിന്ന പാത്രമായിരിക്കുന്നവരെ, നുഖം വച്ചുവന്ന് അധികാരികൾ തകർത്ത് കളയുവാൻ നോക്കുന്നവരെ, അവൻ ലോകത്തിന്റെ അധികാരികളുടെ അവൻ മുമ്പിൽ ജയം തരുന്ന ക്രിസ്തേശു ഇന്ന് നിന്നെ വിലക്ക് വാങ്ങിയിരിക്കണമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരെ അച്ഛനൊന്ന് ചലിക്കട്ടെ. ഞാൻ ഏകനല്ല, ഞാൻ ഏകനല്ല, അവന് നല്ല ഞാൻ ഒറ്റക്കല്ല, എന്റെ ക്രിസ്തു അത്രേ, എന്റെ വാഴുന്നത് ക്രിസ്തു അത്രേ എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന് ഉറച്ച സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുക. നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. Glory. കർത്താവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുവാൻ ആർക്കും അധികാരമില്ല. എന്തുകൊണ്ടാൽ അധികാരികളുടെ അധികാരിയായവൻ, ആകാശത്തിന്റെ ഭൂമിയുടെ ഉടയവൻ, അവൻ ജീവന്റെ കുടുംബങ്ങളെ തരുവാനും എടുക്കുവാനും അധികാരമുള്ളവൻ. അവൻ പറയാ, പുത്രൻ നിങ്ങൾക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യം തന്നിരിക്കുക. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്വാതന്ത്ര്യത്തില, ഞാൻ നിൽക്കുന്നത് സ്വാതന്ത്ര്യത്തില, ഞാൻ നിൽക്കുന്ന പിശാചേ സ്വാതന്ത്ര്യത്തിലാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുവാനില്ല.
പിശാചേ, ഞാൻ ഏകനല്ല, ഞാൻ ഏകനല്ല. ഇന്ന് രാത്രിക്കാലം പ്രഖ്യാപനങ്ങളുടെ രാത്രിയാകട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടേണ്ടതിനാൽ നിങ്ങളെ തന്നെ ഉറപ്പിക്കുന്ന രാത്രിയാകട്ടെ. അത് അവൻ എന്റെ പൈതൽ തന്നെയ, അവന്റെ വായി കൊണ്ട് അവൻ പിശാചിനെ ഭത്സിച്ചു കളയുന്നത് കണ്ടില്ല എന്ന് അവൻ ദൈവദൂതന്മാർ തമ്മിൽ പറഞ്ഞ് നമ്മളോടൊപ്പം ദൈവത്തിന്റെ ദൂതങ്ങളെ സ്തുതിക്കേണ്ടതിന് ഇന്ന് രാത്രിക്കാലം അചരമുള്ളവർ, ദൈവം അചരം തന്നിട്ടുള്ളവർ, അവൻ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കൊണ്ടിരുന്നവർ ഒരു വലിയ അയക്കാൻ പോകില്ല. കുടുംബങ്ങളുടെ അകത്ത്, വ്യക്തികളുടെ അകത്ത് അങ്ങനെ ചില ബന്ധങ്ങളിൽ രാത്രികാലം പോട്ട് എന്തുകൊണ്ടെന്ന് യേശു അവനവന്റെ സ്വാതന്ത്ര്യം തന്നിരിക്കുകയും നീ സ്വതന്ത്രനാണ്, നീ സ്വതന്ത്രനാണ്, ആമേൻ, ഞാൻ സ്വതന്ത്രനാണ്. ദുഷ്ടപിശാചേ, ഞാൻ സ്വതന്ത്രനാണ്. നിനക്കെന്നെ പിടിക്കുവാൻ അധികാരമില്ല, നിനക്കെന്നെ തൊടുവാൻ അധികാരമില്ല. ലോകമേ, ഞാൻ ക്രിസ്തുയേശുവിൽ സ്വതന്ത്രനാണ്. നിനക്കെന്നെ കാണുവാൻ അധികാരമില്ല. Yes, power, power ലഭിച്ചില്ല. യേശുവിന്റെ അധികാരമില്ല. ആ സൗഖ്യത്തിന്റെ ശക്തി നിൽക്കുന്നത്. കർത്താവിനെ തൊട്ടവരും കർത്താവ് തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു. എന്റെ കർത്താവ് സ്വതന്ത്രനാക്കിയിരിക്കുക. ഞാൻ സ്വാതന്ത്ര്യനാണ്. എനിക്ക് എവിടെ വേണം പറന്നു പോകുവാനുള്ള അധികാരമുണ്ട്. ഓ, എന്റെ അധികാരം എന്റെ ദൈവം എനിക്ക് തന്നിരിക്കാം. പുത്രനിൽ കൂടി എനിക്ക് തന്നിരിക്കാം. ഒരു കൂട്ടിനകത്തും ദുഷ്ട പിശാചേ, നിനക്കെന്നെ പിടിച്ചിടുവാൻ അധികാരമില്ല എന്ന് ആമേൻ ഹല്ലേലൂയ വിശ്വസിക്കുന്ന ദൈവത്തിന് അവരുടെ അധരങ്ങളിൽ നിന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നോട്ടെ. ആമേൻ, രോഗബന്ധനമേ, ശാപബന്ധനമേ, ഫൈനാൻഷ്യൽ ബന്ധനങ്ങളെ ആമേൻ നിനക്കെന്നെ പിടിച്ചു കെട്ടിവെക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ എന്റെ കർത്താവ് മരണത്തെ ജയിച്ചവനാണ്. സ്വാതന്ത്ര്യം കിട്ടിയ ഒരു മറ്റൊന്നും ഇല്ലല്ലോ. ഈ ഇരിപ്പൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ജയിലിനകത്തിരിക്കുന്ന ഇരിപ്പാ. പറന്നുകൊണ്ടിരിക്കുന്ന ഒരു കിളിയെ പിടിച്ച് കൂട്ടിനകത്ത് എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് അവസ്ഥ നമ്മുടെ. എന്നറിയാമോ? കൂട്ടിനകത്ത് ഇട്ടവരെ അതിലൊന്ന് ചാടി പിഴഞ്ഞ് അവിടെ തട്ടി ഇവിടെ തട്ടി നടക്കുന്നത് പോലെ നമ്മുടെ അനുഭവം. ആരാധനയ്ക്ക് വരുമ്പോഴുള്ള പുതിയ സ്തോത്രം പോരാ. ഏത് സമയവും എന്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആദരങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് എന്റെ കർത്താവിന്, നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കുന്ന വ്യക്തിയുണ്ട് എങ്കിൽ അവന്റെ മേൽ എന്റെ യേശുവിന്റെ ശക്തി വെളിപ്പെടുകേ. അവൻ യേശു ക്രിസ്തു സ്വാതന്ത്ര്യനാണെന്നുള്ള അവന്റെ തെളിവ് അവനിൽ കൂടി വെളിപ്പെടുകയും ചെയ്യാം. ഈ ദൂരം വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ എന്റെ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ മേൽ അവന്റെ ശക്തി അയക്കണമെന്ന് അവൻ ദൈവത്തിന് മന്ത്രങ്ങൾ ചലിപ്പിച്ച് പറഞ്ഞുകൊണ്ട് എന്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നത്. ഗലാത്യർ ലേഖനം 5-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം. Galatians chapter 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തുവെ സ്വതന്ത്രരാക്കി. അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമതത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വതന്ത്രനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. പറഞ്ഞാട്ടെ, സ്വതന്ത്രനായിട്ട് ക്രിസ്തു നമ്മെ സ്വാതന്ത്രരാക്കി. സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതിനായി സ്തോത്രം. അതിനർത്ഥം എനിക്ക് തന്ന കാഴ്ചപ്പാട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന കാഴ്ചപ്പാട് ഒരിക്കലും ഇതിനെ ഈ അന്ധകാരം പിടിച്ചു കെട്ടി ബന്ധനത്തിനാക്കത്തില്ല. അതുപോലെ ക്രിസ്തുയേശുവിൽ നിനക്ക് എന്നേക്കുമായ ഒരു സ്വാതന്ത്ര്യം തന്നിരിക്കുക.
വീടുകളുടെ അകത്ത് ദൈവത്തിന്റെ വചനത്തിന്റെ സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുക. വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുക. ആമേൻ, ഹല്ലേലൂയ. വിശന്ന് ഇടന്നിരിക്കുന്ന സിംഹത്തെ പോലെ അലറിക്കൊണ്ട് പല്ലും കാണിച്ചുകൊണ്ട് ചില അന്ധകാര ശക്തികൾ നിനക്ക് പിന്നാലെ ചുറ്റും കറങ്ങിക്കൊണ്ട് ഇപ്പോൾ കടിച്ചു കയറുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് എന്റെ കർത്താവ് ദൂതറിയിക്കുകയാണ്. ആമേൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ വിളിച്ചു പറയുകയാണ്, നിന്നെ എന്നേക്കുമായി സ്വാതന്ത്ര്യം പ്രാപിക്കാനാണ് നിന്നെ ഞാൻ വിളിച്ചു വേർതിരിച്ച് സ്വാതന്ത്ര്യനാക്കിയിരിക്കുകയാണ്. ഇനി ഇരുട്ട് നിന്നെ പിടിക്കാതിരിക്കുവാൻ, ഇനി ദുഷ്ടാത്മ ശക്തി നിന്നെ പിടിക്കാതിരിക്കുവാൻ, ആമേൻ, ഇനി നിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകത്തെ ചോർന്ന് കളയുന്ന അന്ധകാര ശക്തി നിന്റെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കുവാൻ, നിന്റെ വിളക്കിൽ എണ്ണ ഉള്ളവനാ, നിന്റെ വിളക്കിൽ എണ്ണ ഉള്ളവനാ എന്ന രാത്രികാലം ഒരുങ്ങിയിരിക്കണമെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, അഭിഷേകത്തിന്റെ ശക്തി നിന്നെ കൂടി വലിക്കാൻ പോകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ നോക്കി ഊന്നറിയിക്കുകയാണ്. അലറിക്കൊണ്ടിരിക്കുന്ന സിംഹത്തിന്റെ പോലെ ആമേൻ പല്ല് കടിച്ചു പിടിക്കുക. ഇപ്പോൾ കടിച്ചു കിട്ടുന്ന സിംഹത്തിന്റെ പോലെ നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാറ്റാൻ പോകുമെന്ന് ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഇന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നാളെ വീണ്ടും ജയിലിൽ പെടാനല്ല. ഇന്ന് സമാധാനത്തോടുകൂടി ഇരുന്നിട്ട് നാളെ വീണ്ടും കണ്ണുനീര് കുടിക്കാനല്ല. യേശുവിൽ കൂടി നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുക. എന്നേക്കുമുള്ള ഒരു സ്വാതന്ത്ര്യം തന്നിരിക്കുക. ഈ സ്വാതന്ത്ര്യത്തെ ആർക്കും തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടെന്നാൽ മരണത്തെ ജയിച്ചുകൊണ്ട് പുറത്തിട്ട കല്ലറയുമാവാൻ ഉയർത്തെഴുന്നേറ്റവർ അവൻ അതുപോലെ പോയതുപോലെ മടങ്ങി വരുമെന്ന് അവൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ദൈവം ജീവിച്ചിരിക്കുക. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പി. ഉറച്ചു നിൽക്കുന്നവരായി തീരണം. ഏതിലാ ഉറച്ചു നിൽക്കേണ്ടത്? എന്റെ യേശു എന്നെ സ്വതന്ത്രനാക്കിയിരിക്കുക. എന്റെ യേശു എന്നെ സ്വതന്ത്രനാക്കിയിരിക്കുക. ഇനി ഒരു പിശാചിനും എന്റെ മേൽ അടുക്കുവാൻ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീ കത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് പ്രാണികൾ കടന്നു വരുമോ? പിശാച് പ്രാണികൾക്ക് തുല്യമാണ്. ആമേൻ. തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അഗ്നികൂട്ടത്തിന് മധ്യത്തില് ഒരിക്കലും ഒരു ഇഴജന്തു ഒരു പ്രാണിയും കടന്നു വരത്തില്ല. എന്തുകൊണ്ടെന്ന് അവിടെ നിന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയാ, ചൂട്. അതുപോലെ ദൈവജനത്തിന്റെ ഉള്ളിന്റെ അകത്ത് നിന്ന് ഈ ദിവസങ്ങളിൽ പരിശുദ്ധനെ തുതിക്കുന്ന തുതി മുഴങ്ങി അങ്ങനെ ചൂട് പിടിക്കുന്നവരെ അടിമത്തത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. ദുഷ്ടപിശാചി എപ്പോഴും മുഖം വെച്ച് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നവനാ. നിലമുഴുന്ന കാളയുടെ മുകളിൽ കലപ്പ വയ്ക്കുന്നത് പോലെ ദുഷ്ടപിശാചിൽ നമ്മളെ തീറ്റിപ്പോറ്റിയിട്ട് അവസാനം ഒരു മുഖം വെച്ച് തന്നെ ഉള്ളോളം പറയും. ആദ്യം വിചാരിക്കും ഓക്കെ എന്നത് ആകം തീർത്തതല്ലേ, ശോഭയേറിയ പഴം തന്നതല്ലേ. മനസ്സിലാകുന്ന ദൈവജനം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നത് ആദ്യത്തേതിൽ വളരെ വലിപ്പം തോന്നിയാൽ പിന്നത്തേതിൽ അത് വളരെ ദുർഘടമായിരിക്കും ദൈവജനമേ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം ആരിതിൽ കൂടി കടന്നിടും.
പിതാക്കന്മാരെ നമുക്കറിയാം. അറിഞ്ഞൂടെങ്കിൽ ഈ ചരിത്രം ഒന്ന് പരിശോധിക്കുന്നത് അത്യാവശ്യമാണ്. കഴുത്തറുത്ത് കൊന്നത് നേരിട്ട് കണ്ടിട്ടും സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കാതെ തന്റെ ഇടത്തോടെ സുവിശേഷം പ്രസംഗിച്ച നമ്മുടെ അപ്പോസ്തലന്മാരുണ്ട് നമുക്ക്. തലകീഴ കെട്ടി തൂക്കിയിട്ടും പഠിച്ചു നിൽക്കാത്ത വിശുദ്ധന്മാരുണ്ട് നമുക്ക്. ഓ, തിളയ്ക്കുന്ന എണ്ണയിൽ ജീവനോടുകൂടി മുക്കിയിട്ടും ആമേൻ ഹല്ലേലൂയ ഒരു രോമം പോലും കരിവാൻ അനുവദിക്കാതെ വിടുവിച്ച ആമേൻ ഹല്ലേലൂയ വിശ്വാസ ഭക്തന്മാരുണ്ട് നമുക്ക്. സ്വതന്ത്രമാക്കിയതിന്റെ വലിയൊരു തെളിവ് ആരാധിച്ച തന്റെ ഭക്തന്മാരെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന ദൈവം ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. ലോകമാകുന്ന കാരാഗ്രഹം നിന്നെ പിടിച്ചു കെട്ടിടാമെന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ ഉള്ളെടുത്തോളം കാലം ക്രിസ്തേശുവിൽ നീ സ്വതന്ത്രനാണെന്ന് ഉറച്ച് വിശ്വസിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു ലോകത്തിന്റെ ചങ്ങലയിലും നിന്നെ കെട്ടിയിടുവാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്നവരുടെ അധരങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു എന്ന് വെച്ചാൽ കുടുംബങ്ങളുടെ അകത്ത് കെട്ടുകൾ പൊട്ടുന്ന രാത്രിയിലാണ്. നീ പോലും അറിയാതെ അലറിക്കൊണ്ട് നിന്റെ രക്തത്തെ കാർന്നു കുടിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് അലറിക്കൊണ്ട് ലജ്ജിച്ച് മുഖം തിരിച്ച് മാറുന്ന രാത്രിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി കാണിക്കുക. ഒരു കഠിനമായ ചൂട് വന്ന് വെയിൽ വന്ന് പച്ചപ്പിനെ ഉണക്കിക്കളയുന്നത് പോലെ നിന്റെ നന്മകളെ ഉണക്കിക്കളയുന്ന ദുഷ്ടന്റെ പോരുകൾ നീ പോലും അറിയാതെ നിന്റെ ജീവിതത്തിൽ നിന്ന് എന്ന രാത്രിക്കാലം ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്ന് ഈ അടിമനുഖത്തെ എന്നേക്കുമായി മാറ്റുന്ന കർത്താവിന്റെ കരം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്. വിശ്വസിക്കുന്ന ദൈവജനം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഉറച്ചു നിൽക്കണം. അടിമനുഖം ഏത് രീതിയിലും നിങ്ങളെ കുടുക്കാൻ കഴിയും. മീൻ പിടിക്കാൻ പോകുന്നവർക്കറിയാം, ചെറിയ മീനെ പിടിക്കുന്നവരെ ഇട്ട് കഴിഞ്ഞാൽ വലിയ മീനെ കിട്ടത്തില്ല. ദൈവജനമേ അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ നിന്നെ കുടുക്കാൻ കഴിയുമോ ആ രീതികളിലെല്ലാം നിന്നെ കുടുക്കി തകർത്ത് കളയുവാൻ ദുഷ്ടൻ ഉയർന്നു നിൽക്കുക. അവന്റെ തലയെ നിന്റെ സ്തുതിയുടെ മധ്യത്തിൽ നിന്ന് തകർത്ത് കളയണം. ചാപ്റ്റർ 5 verse 13 5ന്റെ 13ാമത്തെ വാക്യം വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാകുമാറ് മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിക്കും. ഈ സ്വാതന്ത്ര്യം ജഡത്തിൽ മാത്രം അനുഭവിക്കാതെ അന്യോന്യം സ്നേഹിക്കുകയും വേണം. എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഞാനും എന്റെ കുടുംബവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഈ സ്വാതന്ത്ര്യം അനേകരുടെ ഇടയിൽ എത്തിക്കുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് ആമേൻ അല്ലെങ്കിൽ അവന്റെ അടിമ നുഖത്തിൽ കുടുങ്ങി പോകാതിരിക്കേണ്ട പദ്ധതികളുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കുള്ളത് എനിക്ക് മാത്രം ഇരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ വിട്ടുകളഞ്ഞിട്ട് ഈ സ്വർഗീയ അനുഗ്രഹം സകലജനവും പ്രാപിക്കണമെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിനുള്ളിൽ കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ പോലും അറിയാതിരിക്കുന്ന വലിയ വിടുതലുകൾ പ്രത്യക്ഷമായി വരും. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ ചിന്തിച്ചാൽ വ്യാപാരം ചെയ്ത ദൈവത്തിന്റെ ഭക്തന്മാരുടെ കൃപ അവസാനിച്ചു പോയിട്ടില്ല.
കൃപ നാൾക്കുനാൾ പെരുകിക്കൊണ്ടേ, അവരുടെ ജീവിത സാഹചര്യങ്ങളും പെരുകിക്കൊണ്ടേ. ജീവിതത്തിന്റെ മേൽ വലിയൊരു സ്വാതന്ത്ര്യം ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചു തരികയാണ്. ആമേ, ഒരു സർക്കിളിനകത്തിട്ട് കറക്കുന്ന അനുഭവത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നെടുകെ കുറുകെ ഓടിപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യഹൂദനെന്നില്ല, യൗവനെന്നില്ല, ശബരിയെന്നില്ല, എല്ലാവരുടെ മേലും ഒരുപോലെ പകരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ നാള് എന്ന ചില ജീവിതങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അപ്പച്ചൻ എന്ന ദാനമായി പകർന്നു തരാൻ പോകുകയാണ്. ഈ ശക്തി എനിക്ക് വേണം, ഈ ശക്തി എനിക്ക് വേണം, ഈ കൃപ എനിക്ക് വേണം. എന്നിൽ കെട്ടിയിരിക്കുന്ന ചങ്ങലകൾ എന്നെ രാത്രികാലം പൊട്ടട്ടെ. അങ്ങയുടെ ജനത്തിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മയുടെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിപ്പോകട്ടെ. അന്യോന്യം സ്നേഹിക്കുന്നവരാകുന്നു. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. 1 Peter chapter 2 verse 16. സമാധാനത്തോടെ പോയി ഈ കാര്യം വിശപ്പടക്കുകയും സ്വാതന്ത്ര്യത്തിനായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പേ. അപ്പോ കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുക. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പേ. സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിചാരിച്ച് സ്വാതന്ത്ര്യത്തെ മറയാക്കി ദുഷ്ടത പ്രവർത്തിക്കുന്ന അനേകർ നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവ പൈതൽ എന്നുള്ള ലേബലില്, ദൈവദാസന്മാർ എന്നുള്ള ലേബലില്, ദൈവത്തിന്റെ അഭിഷക്തൻ എന്നുള്ള ലേബലില് ദുഷ്ടതയ്ക്ക് മറപിടിക്കുന്ന അനേകരുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടി പറയുന്നു, സ്വാതന്ത്ര്യരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പേ. എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു ദൈവത്തിനോട് കൂടുതൽ അടുക്കും തോറും ദുഷ്ടതയുടെ വഴികൾ അവന്റെ ജീവിതത്തിൽ അനവധി തുറന്നു വന്നുകൊണ്ടേ. അതിനെ ത്യജിച്ചു കളയുന്ന ദൈവത്തിന്റെ പൈതലിന് വിജയം ഉറപ്പാണ്. ഒരു ജാതികനായി നടക്കുമ്പോൾ പ്രശ്നമില്ല. ഒരു ജാതികനായി നടന്നു പോകുന്ന വഴികളിലെല്ലാം ഒരുപക്ഷെ സമാധാനം. എന്നോട് അനേകർ പറയും, പാസ്റ്റർ, ഞാൻ ഉപവസിക്കുന്നവനാ, പ്രാർത്ഥിക്കുന്നവനാ, കണ്ണുനീർ ഒഴിക്കുന്നത്, എനിക്ക് മാത്രം എന്തിനായി പ്രശ്നം? പ്രാർത്ഥിക്കാതെ നടക്കുന്നവനെ കണ്ടില്ല, അവനെന്ത് സന്തോഷമായിട്ടാ പോകുന്നത്. ദൈവജനങ്ങളെ സ്നേഹിക്കുന്ന അപ്പൻ തന്റെ മക്കളെ ശിക്ഷിച്ചു വളർത്തുന്നു. എന്തിനാ ശിക്ഷിക്കുന്നത്? കാരണം കൂടാതെ അപ്പന്മാരെ ശിക്ഷിക്കത്തില്ല. അനുസരണക്കേട് കാണുമ്പോൾ അപ്പൻ ശിക്ഷിക്കും. അതവരുടെ അധികാരം. എന്തിനാണെന്നറിയുമ്പോ, എന്റെ പൈതൽ വഴിതെറ്റാൻ പാടില്ല, എന്റെ പൈതൽ വഴിതെറ്റാൻ പാടില്ല. സ്വതന്ത്രം സ്നേഹിക്കുന്ന അപ്പൻ ശിക്ഷിക്കും. ഇനി എനിക്ക് ചോദിക്കാനുള്ള, എന്തിനാ ഈ ശിക്ഷ വാങ്ങിപ്പറ്റാൻ പോകുന്നത്? മര്യാദയ്ക്ക് നടന്നാ പോരെ. നമ്മളെന്തായാലും ലോകത്തെ വെറുത്തു, ത്യജിക്കേണ്ടതിനെ ത്യജിച്ചു കളഞ്ഞു. ഈ വഴി മോശമായ വഴിയെന്ന്, അനുഗ്രഹത്തിന്റെ വഴിയെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചു. വലിച്ചെറിയേണ്ടതിനെ വലിച്ചു കളഞ്ഞു. ആ ഞെരുക്കമുള്ള വാതിൽ കൂടി ഒന്ന് അകത്ത് കടക്കാൻ കഴിയുമോ? ദുഷ്ടതകൾ 4 ഭാഗത്തും ചുറ്റി വരുമ്പോ, പാപം ചെയ്യാനും ദുഷ്ടത പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ പെരുകി വരുമ്പോ, നമ്മുടെ നാട്ടിൽ ഉത്സവപ്പറമ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വൈ 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4. പ്രൈസലോ. ദുഷ്ടൻ തരുന്നത് അതുപോലെയാ. നീ വാ സ്വോത്രം. ഇവിടെ പ്രമോഷനാ, ഇവിടെ ഓഫറാ. കടന്നു വരിക. ദുഷ്ടനെ ആമേൻ. ദുഷ്ടൻ മനുഷ്യരെ ഏത് രീതിയിൽ
കഴിയുമോ അതേ രീതിയിൽ വ്യത്യസ്തമായ തന്ത്രങ്ങൾ കൊണ്ട്, ലോകത്തിന്റെ പ്രലോഭനങ്ങൾ കൊണ്ട്, ലോകത്തിന്റെ മായയിൽ അകപ്പെടുത്തി തകർത്ത് കളയുവാൻ നോക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ദുഷ്ടന്റെ പ്രലോഭനത്തിൽ നീ കുടുങ്ങിപ്പോകരുത്. നമ്മുടെ ആദ്യ മാതാവായ ഹവ്വയെ നമുക്കറിയാം. കൺപോകത്തിൽ അവളെ വീഴ്ത്തി. കാണാൻ ഭംഗിയുള്ളത്, ശോഭയുള്ളത്, ജീവനത്തിന്റെ പ്രതാപം പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ളത് അവൾ കണ്ടപ്പോൾ അവളും പാപം ചെയ്തു, അവളുടെ കൂട്ടുതുണയും പാപം ചെയ്തു. ദൈവമക്കളെ, ഇനി എനിക്ക് പറയുവാനുള്ള, നമ്മൾ പാപത്തിലേക്ക് പോകുന്നുവെങ്കിൽ മറ്റുള്ളവരെ എന്തിനു വലിച്ചടയ്ക്കണം? ഇന്ന് രാത്രിക്കാലം ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കുന്ന ദൈവജനമേ, ചിന്തിക്കേണ്ടത് നമ്മുടെ ബുദ്ധിയിൽ കയറിയിരിക്കുന്നതെല്ലാം വലിച്ചറിഞ്ഞിട്ട് ദൈവത്തിന്റെ ഹിതത്തിനായി ഒരുങ്ങുന്ന ഒരു രാത്രിയാകട്ടെ. രാത്രികാലം ദൈവം നമ്മളെ അനുഗ്രഹിപ്പാൻ നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നമ്മളെ വിടിവിപ്പാൻ നമ്മുടെ കൂടെ ഉണ്ട്. ആ ദൈവം നികഴായ കൃഷിക്കാരനോട് ചോദിക്കാൻ മൂട, ഇന്ന് രാത്രികാലം നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് എടുത്ത നീ ഓടിയതും കരുതി വെച്ചതും വെറുതെയായില്ലേ? അതേ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് രാത്രികാലം സ്നേഹത്തോടെ ദൈവമക്കളോട് ചോദിക്കട്ടെ. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നമ്മളെല്ലാവരും എടുത്ത അന്യടത്തോടെ ദൈവസന്നിധി നിൽക്കുവാൻ പ്രാഗൽഭ്യമുണ്ടോ നമുക്ക്? ആ ദൈവത്തിന്റെ സന്നദ്ധി വരെ കടന്നു പോകുമെന്ന് ഉറപ്പുണ്ടോ നമുക്ക്? ദുഷ്ടന്റെ കുടുക്കുകളിൽ കുടുങ്ങാതെ കർത്താവ് യേശു ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായി പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുയേശുവിൽ ജയോത്സവമായി നടക്കുന്നവരെ തീരുമാനം കർത്താവ് എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതിനായി വേർപെട്ട ജീവിതം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനാ വേർപെട്ട കൂട്ടായ്മ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. കർത്താവിന് വേണ്ടി ചിലത് ത്യജിച്ചു കളഞ്ഞതുകൊണ്ട് ജീവന്റെ പുതുക്കത്തിൽ ചിലത് നമുക്ക് തന്നുകൊണ്ടിരിക്കുക, നമ്മൾ പോലും അറിയാതെ. എന്തുകൊണ്ട് അറിയാത്തതെന്നറിയാമോ? ചില അപ്പനും അമ്മയും അവർ അവരുടെ മക്കളുടെ പേരിൽ അവർ പോലും അറിയാതെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്നു. കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോൾ എന്തുകൊണ്ടാണ്? അതിന് രണ്ട് കാര്യമുണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് തിരിയും. ഒന്ന്, കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവരുടെ ഭാവിയുടെ നന്മയ്ക്കായി. മറ്റൊന്ന്, കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവർക്ക് വേണ്ടി അങ്ങനെ കണ്ണുനീർ ഒഴിക്കേണ്ടത് ബുദ്ധിപൂർവ്വം. ഈ രണ്ട് കാര്യങ്ങളും കിടക്കുന്ന അത് അനുഗ്രഹമായി പിന്നത്തേത് നമുക്ക് ഭാവിക്കും. ആദ്യം നമുക്കത് ഞെരുക്കമായി തോന്നാം, എന്തിനങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷെ പിന്നത്തേതിലോ അത് നമുക്ക് വലിയൊരു അനുഗ്രഹമാകും. കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് അത് വലിയ വിടുതലാണ്. പക്ഷേ മാതാപിതാക്കൾ സ്നേഹിക്കുന്ന, മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പറയത്തില്ല ഇന്നത് ചെയ്തിട്ടുണ്ടെന്ന്. എന്തുകൊണ്ടെന്നാൽ അവർ കുഞ്ഞുങ്ങളുടെ ആ ക്രെഡിറ്റ് വാങ്ങുവാനല്ല ആഗ്രഹിക്കുന്നത്, തന്റെ കുഞ്ഞുങ്ങൾ സമാധാനമായി ഇരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുപോലെ ഇന്ന് കർത്താവ് ചിലര് ആമേൻ ഹല്ലേലൂയ നിങ്ങൾ പോലും അറിയാത്ത അനുഗ്രഹങ്ങൾ ഒരു മറയുടെ മറവിൽ മറച്ചു വെച്ചിരിക്കുക. വിശ്വാസത്തോട് ഉറച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ കേപ്പബിൾ എന്ന് തോന്നുന്ന സമയത്ത് തരുവാൻ ശക്തനായ എന്റെ കർത്താവ് അടുത്ത് നിൽക്കുക. അപ്പ ഞാൻ കേപ്പബിൾ ആണ്, ആമേൻ ഞാനിത് പ്രാപിക്കുവാൻ തക്കവണ്ണം ആമേൻ ഞാൻ ഒരുക്കമുള്ളവനാണ് തെളിയിക്കുന്നുവെങ്കിൽ അന്നേരം മറ മാറ്റി തരുന്നവനാണ് നമ്മുടെ കർത്താവ്. നമുക്ക് വായിക്കാം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വായിക്കും. കൊലോസ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 14 and 15. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:14-15. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തുമായിട്ട് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തുമായിട്ട് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു. ആഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗമായി പിടിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായ കാഴ്ചയാക്കി. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ടിരിക്കുക, നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും.
എങ്ങനെയാ പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയേ? അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച്, നമ്മുടെ സകല അതിക്രമങ്ങളും നമ്മളോട് ക്ഷമിച്ച്, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തുകളെ മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ചവൻ, നമ്മുടെ അതിക്രമങ്ങൾ ഒക്കെയും നമ്മളോട് ക്ഷമിച്ചവൻ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ നമ്മളോട് ക്ഷമിച്ചവൻ, രക്ഷിക്കപ്പെട്ടിട്ടും പാപത്തിൽ വീഴുന്നവരെ കരകയറ്റിയവൻ, ശപിക്കപ്പെട്ടവനെ അനേകം ശപിച്ചപ്പോൾ ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റിയവൻ, ഉയർത്തത്തിലായെന്ന് അനേകം ശപിച്ചു നിന്നപ്പോൾ ശത്രുവിന്റെ കാലുകളെ തകർത്തുടച്ച് ദൈവോത്സവം തന്നവൻ, മരണവും വെല്ലുവിളിയായിരുന്ന ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ അവന് വേണ്ടി രക്തം കൊടുത്തെന്ന് അവകാശം പറഞ്ഞവൻ, നമ്മുടെ ജീവിതത്തിൽ വരുവാനുണ്ടായിരുന്ന വലിയ അനർത്ഥങ്ങൾ എന്നേക്കുമായി ക്രൂശിലെ ഉയർപ്പിൽ കൂടി മായിച്ചു കളഞ്ഞവൻ. അവൻ പറയുന്നു, എന്റെ അടിപ്പിണരുകളോ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സകല കൈയെഴുത്തുകളും ക്രൂശിൽ തളച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നിങ്ങൾക്കെതിരായുള്ള സകല കൈയെഴുത്തുകളും നിനക്കെതിരായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിനക്കെതിരായി ദുഷ്ട ശക്തികൾ എഴുതി വെച്ച സകല കൈയെഴുത്തുകൾ, കടിഞ്ഞു പോയെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കൈയെഴുത്തുകൾ, ഉയർത്തത്തില്ല എന്ന് വാദിച്ചുകൊണ്ടിരുന്ന കൈയെഴുത്തുകൾ, ശപിക്കപ്പെട്ടവന് ശാപത്തിൽപ്പെട്ടവളെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഈ മനുഷ്യരുടെ വിധികളെയും അന്ധകാര ശക്തികളുടെ വിധികളെയും എന്നേക്കുമായി തകർത്തുടച്ച് ക്രിസ്തയേശുവിൽ ജയം തന്നവൻ അവൻ പറയുന്നു, ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുക. ഇനി സ്വാതന്ത്ര്യമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധം കൽപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കിയവൻ. ഇത്രയൊക്കെ നമുക്ക് വേണ്ടി ചെയ്ത ദൈവത്തിന്റെ സന്നദ്ധ എങ്ങനെ മൗനമായിരിക്കാൻ കഴിയുന്നവർ? എനിക്ക് വേണ്ടി എന്റെ കർത്താവ് തകർത്തുവെന്ന് വിശ്വസിക്കുന്നവർ, എനിക്ക് വേണ്ടി ക്രിസ്തയേശുവിൽ ജയോത്സവമായത് നടത്തുന്നവൻ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയിരം വയ്പ്പിച്ചവൻ, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കിയവൻ, ക്രിസ്തുവിനെ ഇറങ്ങിവായി നട്ടകസിച്ചവരുടെ മധ്യത്തിൽ പരസ്യമായി ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പോലെ ശാപവും രോഗവും നിന്നെ കെട്ടിയിടാൻ നോക്കുന്ന സ്ഥാനത്ത് പരസ്യമായി ജാതികളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാൻ അധികാരം തരുന്ന ശക്തനായ കർത്താവ് വിളിച്ചു പറയുന്നു, എന്റെ വചനത്തിന് മുമ്പിൽ നടുകയും നിറയ്ക്കുകയും ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേൽ ഞാൻ ജയോത്സവം കൊണ്ടാടുമെന്ന് ദൈവത്തിനെ അമ്മ വിളിച്ചു പറയുക. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ദൈവത്തെ നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. പക്ഷെ വിശ്വസിക്കണം, കർത്താവ് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. വിശ്വസിക്കാൻ കഴിയും. ആദ്യം നമ്മുടെ അടിസ്ഥാനം ഒന്ന് റെഡിയാക്കുക. വിശ്വാസം എന്ന അടിസ്ഥാനം.
യേശുവിൽ എന്നെ ജയോത്സവമായി നടത്തുന്നവൻ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധം വായിപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായി സ്തോത്രം കാണിച്ചവൻ. ഇതേ പരസ്യമായി നമ്മുടെ കർത്താവ് പരസ്യമായി ഉയർത്തെഴുന്നേറ്റതുപോലെ, നമ്മുടെ കർത്താവ് പരസ്യമായി സ്വർഗാരോഹണം ചെയ്തതുപോലെ, നമ്മുടെ കർത്താവ് പരസ്യമായി ശുശ്രൂഷ ചെയ്തതുപോലെ, കഴിയത്തില്ല എന്ന് പറഞ്ഞതിനെ കെട്ടിവച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ കൂടി ആമേൻ ഹല്ലേലൂയ സ്തോത്രം ജയോത്സവം തരുന്ന ക്രിസ്തുവിന്റെ നാമത്തില് ആമേൻ ഹല്ലേലൂയ ജനം തുള്ളിച്ചാടാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ ആമേൻ സഭയായി, ആമേൻ സമൂഹമായി, കുടുംബമായി, ദേശമായി എന്റെ ദൈവത്തെ ഞാൻ ഉയർത്തുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം ഇന്നത്തെ സർവശക്തനായ ദൈവത്തിന് മഹത്വം നൽകട്ടെ. നമുക്ക് വേണ്ടി പരസ്യമായി ജീവനോട് മനുഷ്യരുടെ മധ്യത്തിൽ നിന്ന് വന്ന കർത്താവ് നമ്മൾ ലഭിക്കുന്ന വിഷയത്തിൽ നിന്ന് വിടുതൽ തരാൻ. അത് മാത്രം ചിന്തിച്ചിട്ട് ബോധ്യമുള്ളവർ ദൈവത്തെ ശ്രദ്ധിച്ചാൽ മതി. ഇനി ചിന്തിക്കുവാൻ ഒരു കാര്യം കൂടി പറയാം. ആമേ താഴ്ചയിൽ നിന്നും ആർക്കും വേണ്ടാത്ത സ്ഥാനത്ത് കിടന്ന നമ്മളെ വിളിച്ച് വേർതിരിച്ച് ഇത്രയും നന്മകൾ തന്ന ദൈവം അതോടുകൂടി സകലതും തരാതിരിക്കുമോ? എന്റെ കർത്താവിനെ കൈവിടത്തില്ല എന്ന് ഉറപ്പുള്ളവർ, അത് ചിന്തിച്ച് ബോധ്യമുള്ളവർ മാത്രം ഇന്ന് രാത്രികാലം എന്റെ ദൈവത്തിന് കൊടുക്കുന്ന എന്റെ കർത്താവ് കാഴ്ചയാക്കാൻ പോകുന്നു വിശ്വസിക്കുന്നവർ മനസ്സിലായോ? ഈ നൂറ്റാണ്ടിൽ ജാതികളുടെ മധ്യത്തിൽ എന്റെ കർത്താവിനെ ഒരു സാക്ഷ്യമുള്ളവരായി മാറ്റുമെന്ന് ഉറപ്പുള്ളവർ അവർ ദൈവത്തിൽ നിന്ന് ശ്രദ്ധിച്ചാണ്. ഗലാത്യർ 3:13 ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. Galatians chapter 3 verse 13. ആമേൻ. ആമേൻ. മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവരെന്ന് വചനം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. നമ്മൾ ശപിക്കപ്പെട്ടവരായി കിടന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ സ്വർലോക മഹിമകൾ വെടിഞ്ഞു വന്നവൻ നമുക്ക് വേണ്ടി ഈ കാൽവരി കോലമരത്തിൽ ഇതാ തൂങ്ങുന്നു. യേശുവേ, ആമേൻ. നീ അവിടുന്ന് എനിക്ക് വേണ്ടി തൂങ്ങിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്നിൽ എനിക്ക് ജയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ എന്നിൽ ഉള്ളിടത്തോളം കാലം ഒരു ദുഷ്ടാത്മ ശക്തിക്കും എന്റെ മേലോ, എന്റെ കുടുംബത്തിന് മേലോ, എന്റെ സഭയുടെ മേലോ, എന്റെ ചാർച്ചക്കാരുടെ മേലോ കടന്നു വരുവാൻ കഴിയത്തില്ല എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടായെങ്കിൽ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ആമേ ശാപമരത്തിൽ തൂങ്ങി, ആമേ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ആമേ മരിച്ചവരുടെ മധ്യത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുന്നു വിശ്വസിക്കുന്നവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ഒരു ശക്തി നിങ്ങളെ പിടിക്കത്തില്ല. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ഒരു ശക്തി നിങ്ങളെ പിടിക്കത്തില്ല. തീയിൽ ഇറങ്ങേണ്ടി വന്നാൽ
തീനാളം നിന്നെ തൊടുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. തീയിൽ ഇറങ്ങിയ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുക. ഇവിടെ വലിയ തീ കത്തിക്കൊണ്ടിരിക്കുക. ആ തീ കൂമ്പാരത്തിനകത്ത് നീ അകപ്പെട്ടാൽ നിന്റെ ഒരു രോമം കരിയുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബലഹീനതയിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഏൽപ്പിച്ചു കൊടുത്താൽ എന്റെ ദൈവം എന്നെ നിരാശനായി വിടത്തില്ല. എന്റെ ദൈവം ഈ തീനാളെ നിങ്ങളെ കൊടുക്കാൻ അനുവദിക്കത്തില്ല. എന്നുള്ള തീ അതിൽ നിന്നും സാധ്യതയുള്ള ലോകത്തിന്റെ തീയുടെ ശക്തിയേക്കാൾ എന്നുള്ള അഭിഷേകത്തിന്റെ തീക്ക് ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ലോകത്തിന്റെ ശക്തിയേക്കാൾ എന്നിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് അവന്റെ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവർ അവർ ദൈവത്തെ തുലിക്കുന്ന പ്രാപിക്കുന്ന കാര്യമാണ്. ഒരു ലോകത്തിന്റെ തീയും നിങ്ങളെ അടുക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടി പുറപ്പെടുന്ന തീ നാളങ്ങളൊക്കെ തീ കത്തുന്നുവെങ്കിൽ ഒരു ബാല്യപ്പെടുത്തത്തില്ല. പ്രവർത്തിക്കുന്നവന്റെ മുമ്പിൽ ഒരു ശക്തിയും നിൽക്കത്തില്ല. വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് മുമ്പിൽ ഒരു ശക്തിയും അടുക്കത്തില്ല. ഒരു പ്രവാചക ശക്തിയും അടുക്കത്തില്ല. ഒരു ബാലിന്റെ ശക്തിയും അടുക്കത്തില്ല. ഒരു അശ്വര പ്രതിഷ്ഠകളും കടന്നു വരത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് അതിനും ശക്തന. എനിക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ ശപിക്കപ്പെട്ട കുലമരത്തിൽ കയറിയവൻ നമുക്ക് വേണ്ടി ശത്രുവിന്റെ തലയെ ചവിട്ടി നിൽക്കുവാൻ അധികാരവും തരും. എനിക്ക് വേണ്ടി ശാപാത്മകമായ കുലമരത്തിൽ തൂങ്ങിയവൻ എന്നെ ഭയപ്പെടുത്തുന്ന, എന്നെ ഭീതിപ്പെടുത്തുന്ന, എന്നെ നിർമ്മിക്കുന്ന ദുഷ്ട ശക്തിയുടെ മുകളിൽ ഉയർന്നു നിൽക്കുവാൻ എനിക്ക് അധികാരം തരും, കൃപ തരുമെന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദൈവത്തെ തുല്യച്ചാട്ടെ. Galatians chapter 2 verse 20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നെ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്തിൽ അത്രേ ജീവിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ആ വാക്യം എല്ലാവരും ചേർന്ന് വായിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്.
ക്രിസ്തേശു അത്രേ നമ്മൾ ജീവിക്കുന്നത്. സ്തോത്രം. ആമേൻ. ഒരുവൻ വിശുദ്ധ സ്നാനമേൽക്കുന്നതോടുകൂടി പഴയ മനുഷ്യൻ മരിക്കപ്പെടുകയാണ്. ആമേൻ. പിന്നെ ഉയർത്തെഴുന്നേൽക്കുന്ന പുതിയ വ്യക്തിയാണ്, പുതിയ മനുഷ്യനാണ്, ക്രിസ്തേശു ഉള്ളവനാണ്, ക്രിസ്തേശുവിന്റെ ഹിതം പ്രവർത്തിക്കേണ്ടവനാണ്, ക്രിസ്തേശുമായി വ്യക്തിപരമായി ബന്ധം സ്ഥാപിച്ചവനാണ്, ക്രിസ്തേശുവിൻ ഏത് നിമിഷവും ഉപയോഗിക്കുവാനുള്ള ഒരു ഉപയോഗപാത്രമാണ്. അങ്ങനെയെങ്കിൽ ദൈവ പൈതലെ നമ്മൾ കഷ്ടം അനുഭവിക്കുവാൻ ദൈവം അനുവദിക്കുമോ? സ്വയം ചോദിച്ചു നോക്ക്. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് നമ്മുടെ മനസ്സിൽ കയറിപ്പറ്റിയിരിക്കുന്ന ചില കുഴപ്പങ്ങളുണ്ട്, അതിനെല്ലാം വലിച്ചെറിയാം. എനിക്ക് വേണ്ടി ജയോത്സവമായി എന്നെ വിടുവിച്ചവൻ ഞാൻ. ഹല്ലേലൂയ. ക്രിസ്തേശുവിൽ ഇനി മുതൽ ജീവിക്കുമ്പോൾ ഞാൻ ഹല്ലേലൂയ ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തുവത്രേ എന്ന വചനം പറയുമ്പോൾ അവസാനമായി ഒരു ക്വസ്റ്റ്യൻ എടുക്കുക. ക്രിസ്തുവിന്റെ സ്വഭാവമാണോ നിങ്ങളുള്ളത്? ചിരിക്കുന്നു കേട്ടോ. ക്രിസ്തുവിന്റെ സ്വഭാവമാണോ ഉള്ളത്? ഇല്ലെങ്കിൽ ക്രമീകരിക്കേണ്ട ദിവസങ്ങളാണ്. എനിക്കറിയില്ല, ദൈവത്തിന് ആത്മാവിനെ ശക്തമായി തന്ന വചനങ്ങളാണ് കേട്ടോ. ഏറ്റെടുക്കുക. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നെ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്തിൽ